കുഞ്ചാക്കോ ബോബൻ സ്വന്തമായിട്ട് ആസ് ആൻ ആക്ടർ ഇത്രയധികം ഇവോൾവ് ചെയ്ത ചുരുക്കം ചില മലയാള നടന്മാരിൽ ഒരാൾ. പക്ഷേ എത്രയൊക്കെ എഫേർട്ട് ഇട്ടാലും പുള്ളിക്ക് കിട്ടുന്ന റെക്കഗ്നീഷൻ വളരെയധികം കുറവാണ്. 30 വർഷമായി 100-ലധികം സിനിമകൾ ചെയ്തിട്ടും അതിൽ കുറെ ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഉണ്ടായിട്ട് പോലും ഇപ്പോഴും തിയേറ്ററിലേക്ക് ഒരു ക്രൗഡ് പുള്ള് വരുത്താനുള്ള സ്റ്റാർഡം അത് ഇങ്ങേർക്കില്ല. ശരിക്കും ഇങ്ങേരുടെ കരിയറിൽ അപ്പോ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ എപ്പോഴത്തെയും പോലെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങളുടെ ഫേവറേറ്റ് കുഞ്ചാക്കോ ബോബൻ മൂവി അത് ഏതാണെന്നൊന്ന് കമന്റ് ചെയ്തേക്ക്. സോ ലെറ്റ് സ്റ്റാർട്ട്. ആളുടെ സിനിമാ കരിയറിന്റെ തുടക്കം നോക്കാനാണെങ്കിൽ ആദ്യം ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് ധന്യ എന്ന് പറഞ്ഞൊരു പടത്തിൽ 1981 ആള് മുഖം കാണിച്ചിട്ടുണ്ട്. പിന്നെ പലർക്കും അറിയാത്തൊരു കാര്യമാണ് ഹീസ് എ നെപ്പോ കിഡ് എന്നുള്ളത്. ആളുടെ ഫാദർ ബോബൻ കുഞ്ചാക്കോ ഇന്ത്യൻ സിനിമയിലെ ഒരു പ്രൊഡ്യൂസർ, ഡയറക്ടർ, ആക്ടർ അതൊക്കെ ആയിരുന്നു. ആൻഡ് ആളുടെയും ഫാദർ, അതായത് കുഞ്ചാക്കോ ബോബന്റെ ഗ്രാൻഡ് ഫാദർ കുഞ്ചാക്കോ, അന്നത്തെ കാലത്തെ മലയാള സിനിമയിലെ ഒരു വലിയ പ്രൊഡ്യൂസറും ഡയറക്ടറുമായിരുന്നു. ഓൾസോ ഏറ്റവും ആദ്യത്തേതിൽപ്പെട്ട കേരളത്തിലെ മൂവി സ്റ്റുഡിയോകളിൽ ഒന്നായ ഉദയ സ്റ്റുഡിയോസിന്റെ ഓണറുമായിരുന്നു അങ്ങേര്. സോ സിനിമയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ജനറേഷണൽ ബ്ലഡ് ലൈൻ തന്നെ കുഞ്ചാക്കോ ബോബനുണ്ട്. സക്സസ്ഫുൾ എന്ന് പറയാൻ കാരണം ചാക്കോച്ചന്റെ ഫസ്റ്റ് മൂവി തന്നെ ഇൻഡസ്ട്രി ഹിറ്റ് ആയിരുന്നു. ആ ഒരൊറ്റ സിനിമ കൊണ്ട് ഇങ്ങേര് ഫാമിലി ഓഡിയൻസിനെയും യൂത്ത് ഓഡിയൻസിനെയും ഒരുപോലെ ഫാനാക്കി മാറ്റി. എസ്പെഷ്യലി പെൺകുട്ടികളെ. അന്നത്തെ പെൺകുട്ടികളുടെ ചോക്ലേറ്റ് ഹീറോയും സെലിബ്രിറ്റി ക്രഷും ഒക്കെ ആയിരുന്നു ഇങ്ങേര്. അതിന് കാരണമായത് ആളുടെ ആദ്യത്തെ സിനിമ ഫാസിൽ സാർ ഡയറക്റ്റ് ചെയ്ത അനിയത്തിപ്രാവ് 1997 അങ്ങനെ ഒഫീഷ്യലി ആളുടെ ആക്ടിങ് കരിയർ സ്റ്റാർട്ടായി. അനിയത്തിപ്രാവിന്റെ വലിയ വിജയത്തിന് ശേഷം 2 ഹിറ്റ് സിനിമകൾ ചെയ്തു. ദെൻ അനിയത്തിപ്രാവിലെ എല്ലാവരും അത്രയേറെ ഇഷ്ടപ്പെട്ട ആ ശാലിനി ചാക്കോച്ചൻ കോംബോയിൽ മറ്റൊരു സിനിമ കൂടി വന്നു. ആ വർഷത്തെ ഏറ്റവും കളക്ഷൻ നേടിയ സിനിമയായിരുന്നു നിറം. ചെയ്യുന്ന സിനിമകളുടെ എല്ലാം ഔട്ട്കം അടിപൊളിയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ആളൊരു സ്റ്റാർ ലെവലിലേക്കൊക്കെ മാറാൻ തുടങ്ങി. സംഭവം നിറത്തിലെ പല സീനുകളെയും ഇപ്പോൾ ആൾക്കാർ ഊക്കുമെങ്കിലും അന്നത്തെ ഓഡിയൻസ് അത് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. ആ ഒരു വലിയ വിജയം കഴിഞ്ഞ് 8 വർഷത്തിന് ശേഷം മമ്മൂക്ക ലാലേട്ടൻ കോംബോ ഒന്നിക്കുന്ന ഹരികൃഷ്ണൻസിൽ ഒരു ക്യാമിയോ ആയിട്ട് ആള് വന്നു. ആ സിനിമ ആ വർഷത്തെ ഏറ്റവും ഹയസ്റ്റ് ഗ്രോസർ ആയിരുന്നു. അതിനുശേഷവും പ്രിയം, സത്യം ശിവൻ സുന്ദരം, കല്യാണരാമൻ അതുപോലത്തെ ഹിറ്റ് സിനിമകളിൽ ആൾ അഭിനയിച്ചു. അങ്ങനെ തുടക്കത്തിൽ ആൾക്ക് നല്ലൊരു കിടിലം ഓപ്പണിങ് കിട്ടിയെങ്കിലും പിന്നീട് ആ ഗ്രാഫ് താഴ്ന്നു പോയി. കാരണം ഈ നിറം, അനിയത്തിപ്രാവ് അതൊക്കെ കണ്ടിട്ട് ഓഡിയൻസിന്റെ മനസ്സിൽ അപ്പോ ഇങ്ങനൊരു ചോക്ലേറ്റ് ബോയ് ആയിട്ട് ഫിക്സ് ആയി. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ സിനിമകളായിരുന്നു കൂടുതലും ആൾക്ക് ചെയ്യേണ്ടി വന്നത്. ആ ഒരു ഇന്നസെന്റ് ലവർ ബോയ് അല്ലെങ്കിൽ ഫാമിലി ഫ്രണ്ട്ലി സെന്റി കഥകള്, ആ 2 ടൈപ്പ് ക്യാരക്ടേഴ്സിൽ ടൈപ്പ് കാസ്റ്റഡ് ആയി പോയി ആള്. അത് റിപ്പീറ്റഡ് ആയിട്ട് വന്നപ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും മലയാളി ഓഡിയൻസ് ഒക്കെ കുറെ മുന്നോട്ട് പോന്നു. പക്ഷേ അവര് അവിടെ തന്നെ നിന്നിട്ട് സെയിം ടെംപ്ലേറ്റ് റിപ്പീറ്റ് ചെയ്തു. സ്വാഭാവികമായിട്ടും ആളുടെ സിനിമകൾ ഓഡിയൻസിന് വർക്ക് ആവാതെയായി. ആ ഒരു സമയത്ത് മാസ് ആക്ഷൻ മൂവീസ് ആയിരുന്നു ഡോമിനേറ്റ് ആയിട്ട് നിന്നിരുന്നത്. അത് മാത്രമല്ല ഇവരുടെ ടയറിൽ ഉണ്ടായിരുന്ന ജയസൂര്യ, പൃഥ്വിരാജ്, ദിലീപ് പോലെയുള്ളവരൊക്കെ വെറൈറ്റി റോൾസ് ചെയ്യുകയായിരുന്നു. കുഞ്ചാക്കോ ബോബന്റെ സിനിമകളാണെങ്കിൽ മെജോറിറ്റിയും ഫ്ലോപ്പ് ആവാനും തുടങ്ങി. ചാക്കോച്ചൻ തന്നെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഡൗൺഫോളിൽ അദ്ദേഹത്തിന് സിനിമയിൽ അവസരം കിട്ടിയിരുന്നത് കുറഞ്ഞു എന്നും അത് കാരണം ആളുടെ കോൺഫിഡൻസ് മുഴുവനും പോയി. മാറുന്ന മലയാള സിനിമയിൽ ഏത് സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യണമെന്ന് ആൾക്കന്ന് നല്ല കൺഫ്യൂഷൻ ആയിരുന്നു അത്രേ. ഈ ഒരു ഡൗൺഫോള് കാരണം കുഞ്ചാക്കോ ബോബന്റെ ഇറ കഴിഞ്ഞു എന്ന് പോലും പലരും പറഞ്ഞു. അതിന്റെ കൂടെ 2005 ശേഷം ആൾക്ക് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുകൾ വന്നിട്ട് അച്ഛന്റെ മരണശേഷം റിയൽ എസ്റ്റേറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഓൾറെഡി ഡൗൺഫോളിലുള്ള സിനിമാ കരിയറിൽ നിന്നും ബ്രേക്ക് എടുക്കേണ്ടി വരികയാണ്. കിലുക്കം 2 അഭിനയിച്ചതിന് ശേഷം ഓൾറെഡി 2000 മുതൽ 2005 വരെ ശോക പടങ്ങൾ ചെയ്ത് അതിന്റെ കൂടെ ബ്രേക്കും എടുത്തു. പക്ഷേ ആ ഡൗൺഫോളിന് ശേഷമുള്ള കംബാക്ക് അത് ശരിക്കും അണ്ടർ റേറ്റഡ് ആണ്. അത് നമുക്ക് നോക്കാം. അങ്ങനെ 2005 പോയിട്ട് 2008 2020 ഒരു ക്യാമിയോ ചെയ്തിട്ട് സിനിമയിലേക്ക് തിരിച്ചു വന്നു. പിന്നെ
ലോലിപോപ്പിന് ശേഷം 2009 ഗുലുമാൽ ദ എസ്കേപ്പ് എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. അതൊരു ഹിറ്റായിരുന്നു. അതിനുശേഷം ഒരു ലിസ്റ്റ് ഹിറ്റ് മൂവീസ് ഇങ്ങേര് ചെയ്തു. ജിത്തു ജോസഫിന്റെ മമ്മി ആൻഡ് മീ, ലാൽ ജോസിന്റെ എൽസമ്മ എന്ന ആൺകുട്ടി എക്സെട്ര. സക്സസിന്റെ കൂടെ തന്നെ കുഞ്ചാക്കോ ബോബന്റെ പെർഫോമൻസിനെയും ആളുകൾ അപ്രിഷിയേറ്റ് ചെയ്തു. പിന്നെ 2011 മലയാള സിനിമയെ മാറ്റിയ ട്രാഫിക്കിലെ ക്യാരക്ടർ. അങ്ങനെ ന്യൂ ജനറേഷൻ സിനിമകളൊക്കെ മനസ്സിലാക്കി മുമ്പുണ്ടായ ഡൗൺഫോളിന് കാരണമായ ടൈപ്പ് കാസ്റ്റിംഗ് പിന്നീട് വരാതിരിക്കാൻ ആൾ ശ്രദ്ധിച്ചു. സീനിയേഴ്സിലെ ചാക്കോച്ചന്റെ നെഗറ്റീവ് റോളൊക്കെ ആരും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു. പക്ഷേ അങ്ങനത്തെ പൊതുധാരണകൾ തിരുത്താനുള്ള ശ്രമങ്ങൾ ഇനിയുള്ള സിനിമകളിൽ ഞാൻ മിക്കവാറും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ത്രീ കിങ്സ്, സെവൻസ് അതൊക്കെ ചെയ്ത് 2011 യൂത്ത് ഐക്കൺ അവാർഡ് ചാക്കോച്ചന് കിട്ടി. അങ്ങനെ കരിയറിൽ നഷ്ടപ്പെട്ടതൊക്കെ ആള് തിരിച്ചു പിടിക്കാൻ തുടങ്ങി. കംബാക്കിന്റെ വർഷമായിരുന്നു 2012. 3 സിനിമകളാണ് ആ വർഷം ചെയ്തത്. സ്പാനിഷ് മസാല, പിന്നെ ബിജു മേനോന്റെ കൂടെ ഓർഡിനറി ആൻഡ് ഉണ്ണിമുകുന്ദന്റെ കരിയർ തന്നെ മാറ്റിയ മല്ലു സിംഗ്. ഓർഡിനറി 50 ദിവസത്തിനടുത്ത് ഓടിയ സിനിമയാണ്. 2012 മുതൽ 2018 വരെ 20ലധികം സിനിമകൾ ആള് ചെയ്തു. അതിൽ കുറച്ച് സൂപ്പർ ഹിറ്റ്സും ഉണ്ടായിരുന്നു. റോമൻസ്, പുല്ലിപ്പുലികളും ആട്ടിൻകുട്ടിയും, ടേക്ക് ഓഫ്, ശിക്കാരി ശംഭു, ജോണി ജോണി യെസ് അപ്പ, അങ്ങനെ അങ്ങനെ അങ്ങനെ. ഈ ഒരു സമയത്ത് കോമഡി റോൾസ് ആയിരുന്നു ആള് കൂടുതലും ചെയ്തിരുന്നത്. ഒരു ഫീൽ ഗുഡ് വൈബുള്ള സിനിമകളും. പിന്നെ ഇതിന്റെ ഇടയിൽ ആവശ്യമില്ലാതെ കുറെ ലോ ബഡ്ജറ്റ് മൂവീസും. ആ ലോ ബഡ്ജറ്റ് മൂവീസൊക്കെ ഫ്ലോപ്പ് ആവും. അതിനുശേഷം ഒരു മൾട്ടി സ്റ്റാറർ ഹിറ്റ് മൂവിയും വരും. ആ ഒരു പാറ്റേൺ അങ്ങേരുടെ കരിയറിൽ കുറച്ചു കാലം റിപ്പീറ്റ് ചെയ്തിരുന്നു. ആ ഫീൽ ഗുഡ് കോമഡി മൂവീസ് മൂപ്പരുടെ കംഫർട്ട് സോൺ ആയി മാറിയിരുന്നു. ഞാൻ ഇനി ആ കംഫർട്ട് സോണിൽ നിന്നാലാണ് അപകടം കൂടുതൽ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ എനിക്ക് തിരിച്ചറിവ് അല്ലെങ്കിൽ അനുഭവങ്ങൾ വന്നിട്ടുള്ള കാര്യം. അങ്ങനെ 2020 വൈറസിന് ശേഷം മിഥുൻ മാനുവൽ തോമസിന്റെ ഡയറക്ഷനിൽ ആള് ഒരു സീരിയസ് പോലീസ് ഓഫീസറുടെ റോളിൽ വന്നു. അഞ്ചാം പാതിര. ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് മാറിയത് കൊണ്ടാണ് അഞ്ചാം പാതിര പോലുള്ള ഒരു ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ഉണ്ടായത്. ആ വർഷത്തെ ടോപ്പ് ഗ്രോസർ മൂവി ആയിരുന്നു അഞ്ചാം പാതിര. ഇപ്പോഴും ആ സിനിമക്കുള്ള ഫ്രഷ്നെസ് അത് പോയിട്ടില്ല. ഷറഫുദ്ദീന്റെ വില്ലൻ ക്യാരക്ടറിനെയും അന്ന് ഓഡിയൻസ് സെലിബ്രേറ്റ് ചെയ്തിരുന്നു. ആ പടത്തിന് ശേഷം അങ്ങേര് പിന്നെയും ട്രാക്ക് മാറ്റി. ആദ്യം ചോക്ലേറ്റ് ഹീറോ ആയിരുന്നു, പിന്നീട് ആള് കോമഡിയിലേക്ക് പോയി. അഞ്ചാം പാതിരയുടെ 50 കോടി വലിയ വിജയത്തിന് ശേഷം സീരിയസ് കഥാപാത്രങ്ങളിലേക്ക് മാറി. കാലത്തിനനുസരിച്ച് നൈസായിട്ട് ഇവോൾവ് ചെയ്തിട്ടുണ്ട് പുള്ളി. ആ ഒരു സീരിയസ് ക്യാരക്ടർ ആർക്കിൽ വന്ന സിനിമകളാണ് നായാട്ട്. പിന്നെ ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയ ഓഡിയൻസിന്റെ മനസ്സിലെ കുഞ്ചാക്കോ ബോബന്റെ സ്റ്റീരിയോ ടൈപ്പ് തന്നെ മാറ്റിയ 2022 ഇറങ്ങിയ എന്നാ താൻ കേസുകൊടി. അങ്ങനെ ഒരു റോളിൽ കുഞ്ചാക്കോ ബോബനെ പ്രേക്ഷകർ ആരും മുമ്പ് കണ്ടിട്ടില്ലായിരുന്നു. ആ സിനിമയിലെ പെർഫോമൻസിന് വളരെ വലിയ അപ്രിസിയേഷൻ ആൾക്ക് കിട്ടി. മമ്മൂക്ക പറയുന്ന പോലെ തേച്ച് മിനുക്കുകയായിരുന്നു കുബോ. ഇൻഡസ്ട്രി ഹിറ്റ് ആയ 2018 ഒരു ഭാഗമായി. പിന്നെ പട, അതിനുശേഷം റോ പെർഫോമൻസുമായി ചാവേറ്. ദെൻ അമൽനീരദിന്റെ ഫ്രെയിമിൽ സ്റ്റൈലിഷ് ആയ കുഞ്ചാക്കോ ബോബനെയും ബോഗൻവില്ലയിൽ കണ്ടിട്ടാണ് ഓഡിയൻസ് ഒക്കെ 2025 ജിത്തു അഷ്റഫ് ഡയറക്ട് ചെയ്ത കുഞ്ചാക്കോ ബോബൻ പോലീസായിട്ട് എത്തുന്ന സിനിമ കാണാൻ പോയത്. സിനിമയിലെ ആളുടെ ഫസ്റ്റ് ഷോട്ട് തന്നെ ഓഡിയൻസിനെ ഒക്കെ തലയിൽ കൈവെപ്പിച്ചു. ഒരു കാലത്ത് ചോക്ലേറ്റ് ഹീറോ കളിച്ച് നടന്നിരുന്ന ആളാണ് ഇപ്പോ ഇത്രയും റോ ആൻഡ് റേജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അടിപൊളിയായിട്ട് ചെയ്യുന്നത്. ഓഫീസർ ഓൺ ഡ്യൂട്ടി വലിയൊരു സക്സസ് നേടി. ദെൻ ഈ വർഷം പാട്രിയോട്ടിൽ ഒരു മെയിൻ കഥാപാത്രമായിട്ട് വന്നിരുന്നു. പക്ഷേ അതിനേക്കാളും കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ചത് ഒരു ദുരൂഹ സാഹചര്യം കണ്ടിട്ടാണ്. തിയേറ്ററിൽ വലിയ കാര്യമൊന്നും ആയില്ലെങ്കിലും OTT ഇറങ്ങി. അതിലെ കുഞ്ചാക്കോ ബോബന്റെ പെർഫോമൻസ് എന്റെ മോനെ. ഓരോ സിനിമയും കഴിയും തോറും ആള് മുമ്പ് കാണാത്ത ഞെട്ടിക്കുന്ന ക്യാരക്ടേഴ്സ് ആയിട്ട് വരികയാണ്. ഇനിയിപ്പോ ഉന്മാദം എന്ന് പറഞ്ഞ സിനിമ ഈ വർഷം ഓഗസ്റ്റ് 7 വരുന്നുണ്ട്. അതിലെ പോലീസ് ഓഫീസറുടെ ക്യാരക്ടർ നമ്മൾ ഞെട്ടിക്കുമോ എന്ന് നോക്കാം. കുഞ്ചാക്കോ ബോബൻ ഒരു സ്റ്റാർ ആവാതിരുന്നതിന്റെ പിന്നിലെ മെയിൻ കാരണങ്ങളിൽ ഒന്നാണ് ആള് പൂർണ്ണമായും ഒരു വേഴ്സറ്റൈൽ ആക്ടർ അല്ല എന്നുള്ളത്. ഒരു പക്ക മാസ് ആക്ഷൻ മൂവി ഒന്നും അങ്ങേര് ഇതുവരെ പുൾ ഓഫ് ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, നമ്മൾ പറഞ്ഞല്ലോ 100 സിനിമകളിൽ കൂടുതൽ ചെയ്തിട്ടുണ്ടെന്ന്. ഇങ്ങേര് പണ്ട് കുറെ ലോ ബഡ്ജറ്റ് സിനിമകളിൽ അഭിനയിക്കുകയും ആ സിനിമകളൊക്കെ പൊട്ടുകയും ദെൻ ഒരു മൾട്ടി സ്റ്റാറർ മൂവി വന്ന് അത് ഹിറ്റാവുകയും ചെയ്തിരുന്നു. അങ്ങനെ ഈ ഒരു പാറ്റേൺ കുറച്ചു കാലം റിപ്പീറ്റ് ചെയ്തപ്പോൾ ആളുടെ മൂവീസിനെ കുറിച്ച് അധികം പ്രേക്ഷകരും കെയർ ചെയ്യുന്നുണ്ടായിരുന്നില്ല. എന്നാ താൻ കേസുകൊട് എന്ന സിനിമ വരെ ആ ഒരു സംഭവം അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പക്ഷേ അതൊരു ബ്രേക്ക് ത്രൂ ആയിരുന്നു. ആ സിനിമയ്ക്ക് ശേഷം അവിടുന്ന് പിന്നെ ഓരോ സിനിമയും നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റിയും കണ്ടന്റുമുള്ള നല്ല സിനിമകളായിരുന്നു. ഈ മാറ്റങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മാറിയത് കാരണം
അദ്ദേഹം പിന്നെയും കരിയറിന്റെ പീക്കിലെത്തി നിൽക്കുന്നുണ്ട്. ഇങ്ങരുടെ കരിയറിനെ കുറിച്ച് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കമന്റ് ചെയ്യൂ. സോ ഗൈസ്, ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് അടിക്കുക. ഇഫ് യു ലൈക്ക് ദ കണ്ടന്റ് പ്ലീസ് ഡു ഹൈപ്പ് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ടേക്ക് കെയർ. ബൈ ബൈ.